അന്റെ സകല വിശ്വാസം പോയി. ഈ എവിടോ തപ്പുണ്ട്. ഞാൻ ഒരിക്കലും സമ്മതിക്കൂല. ഇത് നല്ല ഫ്രോഡ് കളി കളിക്കുന്നുണ്ട്. എന്ത് ഞാൻ കണ്ടടിച്ചു നോക്കിയേ, ആറ് അടിച്ചു നോക്കില്ലല്ലോ. എന്ത് പൗളി എനിക്കതിന് ധൈര്യം ഉണ്ടോ? കട്ടായി പോയി ഗൈസ്. നല്ല വർത്താനം. ക്യാമറയിലല്ലേ? ഞാൻ മാത്രം ക്യാമറയില്. കഴിഞ്ഞ വീഡിയോയിലും എന്റെ വോയിസ് മാത്രമേ ഉള്ളൂ. ഈ വീഡിയോയില് അങ്ങനെ തന്നെ. അപ്പൊ ഐഷോ, ട്രിക്കി ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യല്ലേ? ട്രിക്കി ക്വസ്റ്റ്യൻസ്. ആ എന്തേ? എന്താ എങ്ങനെ? ആ എല്ലാ വീഡിയോയിലും മുമ്പത്തെ ഇതേപോലത്തെ വീഡിയോയിൽ ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ളതാണ്, നല്ല എളുപ്പമാണ് എന്നൊക്കെ പറഞ്ഞു വരും. എന്നിട്ട് ലാസ്റ്റ് വീഡിയോ ചെയ്യുന്ന സമയത്തോ അന്റെ നല്ല ടഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഇന്റത് പെട്ടെന്ന് ഈ ഉത്തരം പറയും ചെയ്യും. ഞാനിത് 4ാം ക്ലാസ് തരത്തിലുള്ള ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാം. ഈ ചലഞ്ചില് ഈ ജയിച്ചു കഴിഞ്ഞാല് ഞാൻ 500 റുപ്പീസ് നിനക്ക് തരാം. 500 ഒരു 1000 റുപ്പീസ് നിനക്ക് തരാം. ഇതിപ്പോ അക്കൗണ്ട് കൂടി അയക്കേണ്ടി വരുമോ? കയ്യിലേ തരുള്ളൂ. ആയിക്കോട്ടെ, ഞാനാണ് ജയിക്കുന്നുണ്ടെങ്കിൽ ആ 1000 ഇന്ത്യക്ക് ചെയ്തു തരുമോ? ഉറപ്പാ? എന്നാ ഓക്കെ, സെറ്റ്. ആ പൊടി 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 പൊടി. എന്താ ചോദ്യം ചോദിക്കേ? ആരാ? എന്റെ നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ പറഞ്ഞില്ല, നല്ല 4ാം തരം ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അയ്യോ, ഈ ഞാൻ വിളിച്ചതിന് ശേഷം ഞാൻ നമ്മൾ ട്രിക്കി ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യില്ല എന്ന് പറഞ്ഞതിന് ശേഷം എനിക്ക് ഫുൾ ആ ക്വസ്റ്റ്യൻസ് സെർച്ച് ചെയ്യും. പക്ഷെ ഞാൻ അതിന് ശേഷം പോയാണ്ട് ഫ്രഷായി. ആ പറഞ്ഞേക്ക്. ഞാൻ അത് തീരുമാനം കിട്ടി ചോദിച്ചാൽ മതി. 9:24 ഞാൻ എനിക്ക് വിളിച്ചത്. അതിനുശേഷം ഞാൻ പോയി ഫ്രഷായി, നിസ്കരിച്ച്, പിന്നെ ക്വസ്റ്റ്യൻസ് കണ്ടെത്തി. അപ്പോ അത് വെറും 15 മിനിറ്റിനുള്ളിലാണ് പിന്നെ നമ്മൾ രണ്ടാമത് വിളിക്കുന്നത്. ആ 15 മിനിറ്റ് ഞാൻ ഈ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ്. പക്ഷേ ആ 15 മിനിറ്റ് ക്വസ്റ്റ്യൻസ് നോക്കി ഏതാണ് നമ്മൾ ചോദിക്കല്ലേ? സ്റ്റാർട്ട് ചെയ്ത് ഗൈസ്, നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ആൻസർ കിട്ടുകയാണെങ്കിൽ കമന്റ് ചെയ്യണം. അല്ല, നമ്മളതിന് ആൻസർ പറയില്ലല്ലേ? നിങ്ങൾക്ക് എത്രാമത്തെ സെക്കൻഡിലാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യേ. 4ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. എത്ര ക്വസ്റ്റ്യൻ ഉണ്ട് ടോട്ടല്? ഒരു 6 ക്വസ്റ്റ്യനും വേണ്ടിട്ട് എത്രയും നെട്ടിപ്പറ്റി പറഞ്ഞേ. ഓക്കെ, എന്നാ അടുത്ത പറയട്ടെ. അല്ല, ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇടത് കൈ കൊണ്ട് തൊടാൻ പറ്റൂ, പക്ഷെ വലത് കൈ കൊണ്ട് തൊടാൻ പറ്റൂല. എന്താണ്? ആ ഇടത് കൈ കൊണ്ട് തൊടാൻ പറ്റൂ, പക്ഷെ വലത് കൈ കൊണ്ട് തൊടാൻ പറ്റൂല. എന്താണ്? വലത് കൈ എനിക്ക് ഇടത്തെ കൈ കൊണ്ട് തൊടാൻ പറ്റൂലേ? എന്നാലും എനിക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ വളച്ചാണ്ടൊക്കെ ഉൾക്കൈയൊക്കെ ഇങ്ങനെ പിടിച്ചൂടെ? ആ, ഞാൻ പറഞ്ഞതിലുണ്ട് ആൻസർ. ഹലോ, പക്ഷെ ആൻസർ കറക്റ്റ് അല്ല. ക്ലൂ. അല്ല ഗൈസ്, നിങ്ങളെ വീഡിയോ കാണണ്ടേ? ഈ ആൻസർ നിങ്ങൾക്ക് എത്രാമത്തെ സെക്കൻഡിലാണ് നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടിയത്? ഐശുവിന് ആൻസർ കിട്ടുന്നതിന് മുമ്പേ നിങ്ങൾക്ക് കിട്ടിയണോ ഇല്ല നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടെ ഗൈസ്. പുറംഭാഗം തൊടാൻ പറ്റൂലേ? എന്നാലും അതിന് കറക്റ്റ് ആൻസർ ഉണ്ട്. ജി പറഞ്ഞത് ശരി തന്നെ ആയിരിക്കാം, പക്ഷെ അതിന്റെ ഒരു കറക്റ്റ് ആൻസർ ഉണ്ട്. ഞാൻ പറയട്ടെ, വലത് കൈമുട്ട്. വലത് അടുത്ത മേപ്പറായിട്ട് കയറിയിട്ടില്ല. ഹലോ,
ആ എന്നാ ചോദിക്കും. ഒരാൾക്ക് ആ ആ ആ ഒരാൾക്ക് ഷർട്ട് തേക്കണം. ഒരാൾക്ക് ഷർട്ട് തേക്കണം. ആ ആ ആ ഷർട്ട് തട്ടി കഴിഞ്ഞാൽ അതുകൊണ്ട് ഷർട്ട് തേക്കല്ലോ. ഏ അത് മറ്റേ ചിരട്ടിട്ടാണല്ലേ ആ സംഭവത്തിലേക്ക് തേച്ചത്. ഷർട്ടോ ഞാൻ വിളിച്ചു എന്താണ്? ആ ഇല്ല. ആ ആ ആ ഐ ഐ ചാർലി ക്വസ്റ്റ്യൻ ഐ എന്തോ ഒരു ചളി ഗൈസ്. ഐ എന്തൊരു ചളി. എന്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ചളി ട്രിക്കി ക്വസ്റ്റ്യൻ ഞാൻ കേട്ടിട്ടില്ല. ഐ എന്ത് ഇനി എങ്ങനത്തെ ഉറപ്പിക്കല് ക്വസ്റ്റ്യൻസ്? അടുത്ത ക്വസ്റ്റ്യൻ. ജനിച്ച അന്ന് മുതൽ നമ്മുടെ കൂടെ ഉണ്ട്, പക്ഷെ ഇതുവരെ നമ്മൾ അത് കണ്ടിട്ടില്ല. ആ ജനിച്ച അന്ന് മുതൽ തന്നെ നമ്മളെ കൂടെ അന്റിന്റെ ഒപ്പം അതുണ്ട്, പക്ഷെ ഇന്ന് വരെ നമ്മളത് കണ്ടിട്ടില്ല. അത് എന്താണ്? ഹലോ ഏ ഞാൻ മറ്റേന്ന് നല്ല ക്ലൂ തന്നെ കേട്ടോ. ഇനി ഇതിന് ഞാൻ തിരില്ല. ഹലോ ഉറപ്പിച്ചോ? ആ വിളിച്ചോ? നമ്മുടെ കണ്ണ്. ആ കണ്ണോണ്ടല്ലേ നമ്മളെല്ലാ സാധനങ്ങളും കാണണേ. ആ മനസ്സിലായോ? ആ ഇല്ലല്ലോ. എങ്ങനെ? ആ കണ്ണിനെ കാണാൻ കഴിയും. ആ കണ്ണോണ്ടല്ലേ നമ്മൾ എല്ലാ സാധനങ്ങളും കാണുന്നത്. ഒരു കുസൃതി ചോദ്യം ആണത്. അങ്ങനെ എടുത്താൽ മതി. അത് ശരി തന്നെ. ഹലോ ഇന്നാലും ഇസ്തിരി പെട്ടി ചൂടായ നമുക്കൊന്നും എത്തിയിട്ടില്ലല്ലോ. ആ ബീട്രൂട്ട്. നിന്റെ അടുത്ത് എന്നാ പിടിച്ചോ. നല്ല സുഖമുള്ള ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. നിന്നോട് അത്ര എളുപ്പമുള്ള ചോദിച്ചല്ലേ. എത്ര കുടിച്ചാലും ദാഹം മാറാത്ത സാധനം ഏതാണ്? ദാഹം മാറാത്ത സാധനം ഏതാണ്? ഇപ്പൊ 0 1 കിടക്കുന്നത് 0 1. ആ ഏ ശരി ഉത്തരാണ്. ഇജി എവിടെ അടിച്ചു നോക്കിയേ? സത്യം പറഞ്ഞു. ഈ എവിടെ നോക്കിയ സത്യം പറഞ്ഞു. ആ നോക്കല്ലേ. ശരിയാണ്. ആണ്. ആ ഇനി അടുത്ത് ചോദിക്കും. ജയിക്കുന്നവർ ആ ആ സ്ലോ സൈക്കിൾ. സ്ലോ സൈക്കിൾ. നമ്മൾ പതുക്കെ ഇങ്ങനെ സൈക്കിൾ ഓട്ടിയാണ്ട് ഏറ്റവും സ്ലോ ആയാണ്ട് അപ്പൊ സ്പീഡ് ചവിട്ടി എത്തുന്നവരല്ലേ തോൽക്കുക. ക്ലൂ ഉണ്ടോ? നേരിട്ടുള്ളൊരു മത്സരം. ജയിക്കുന്നവർ മുന്നോട്ട്. ആ ഒഴിച്ച് എന്താണ്? ആട്ടോ.
ഐഷ്. ആ അടുത്തത്, ഒരു ആനയെ ഫ്രിഡ്ജിൽ വെക്കാൻ എത്ര സ്റ്റെപ്പുകൾ വേണം? ഫ്രിഡ്ജിൽ വെക്കാൻ എത്ര സ്റ്റെപ്പുകൾ വേണം? അതാ ഐശോ ഈ എവിടോ നോക്കണ്ടി, എനിക്ക് ഉറപ്പാ നോക്കേണ്ടി. ഉണ്ട്. ഞാൻ ചോദിക്കേ. ആ ആ ആ എനിക്കറിയില്ല കേട്ടോ, അത് ഒരുമാതിരി ക്വസ്റ്റ്യൻ ആയി പോയി. അറിയില്ല. തിരമാലെ കടലും സൂര്യനും ബന്ധമുള്ളതാ? വെള്ളം പിന്നെപ്പോ എന്താ? ഉപ്പ്. അത് 3-2 ആയല്ലേ? ആ 5 അല്ലേ? വെള്ളത്തിലിട്ടാൽ നനയാത്ത സാധനം. നനയാത്ത സാധനം ചേമ്പിനിലൊക്കെ നനയും. ഐശോ അന്റെ സകല വിശ്വാസിക്ക് പോയി. ഈ എവിടോ തപ്പുണ്ട്. ഞാൻ ഒരിക്കലും സമ്മതിക്കൂല. ഇത് നല്ല ഫ്രോഡ് കളി കളിക്കുന്നുണ്ട്. ഇത് നല്ല ഫ്രോഡ് കളി കളിക്കുന്നുണ്ട്. എനിക്ക് ഉറപ്പാണ്. ഈ ഉത്തരം ഒരിക്കലും ഈ ആൻസർ ഒരിക്കലും ഞാൻ പറയുന്നത് ഞാൻ വിചാരിച്ചിട്ടില്ല. എന്നായിക്കോട്ടെ, നടത്തി ചോദിക്ക്. ഹലോ, അതിപ്പോ എന്താ? തല കുത്തിന്നാല് കണ്ണ നമ്മളിങ്ങനെ തല കുത്തി ഇങ്ങനെ നിൽക്കുമ്പോ ആ ഒരു ബുദ്ധിമുട്ടോണ്ട് നേരാണോ? ഞാൻ ജെമിനിയിൽ വരെ അടിച്ചു. ജെമിനി വരെ കണ്ണാ പറയണേ. ഇല്ല കേട്ടോ, ഞാൻ ഈ ആൻസർ മാത്രമേ അടിച്ചു നോക്കിയിട്ടുള്ളൂ. അല്ലല്ലേ? ജെമിനി ഈ ഉത്തരം തെറ്റാണല്ലോ. ഹലോ, ജെമിനി പറ്റിച്ചു ഗൈസ്. ഇല്ല. 6 എന്ത്? ഞാൻ കണ്ണൻ അടിച്ചു നോക്കിയേ. 6 അടിച്ചു നോക്കിയല്ലോ. എന്ത് പൗളി? ഞാൻ കണ്ണടിച്ചു നോക്കിയിട്ടുള്ളൂ. ഹലോ, അയച്ചു തെറ്റിപ്പോയി ഗൈസ്. ഹലോ, ഇജ്ജ് അങ്ങനെ പോവാണെങ്കിൽ തെറ്റിപ്പോയെന്ന് കാണട്ടെ. ഇജ്ജ് അങ്ങനെ തെറ്റിപ്പോയെന്ന് കട്ട് ചെയ്ത് പോയെന്ന് കാണട്ടെ. അല്ലെങ്കിൽ തെറ്റിപ്പോവാന്ന് കാണട്ടെ. എനിക്കതിന് ധൈര്യം ഉണ്ടോ? കട്ടായി പോയി ഗൈസ്. സംഭവത്തിന് ഞാൻ കട്ടായി പോകാനും വേണ്ടി പറഞ്ഞതാണ്. സംഭവം ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എന്റെ 1000 റുപ്പീസ് പോവില്ല. മറ്റേത് ഇനി അടുത്ത ആൻസറിൽ ഞാൻ തെറ്റി പറഞ്ഞാൽ എങ്ങനെ ആയാലും അവള് ജയിക്കും. അപ്പൊ എന്താവും, ഞാനൊരു 1000 റുപ്പീസ് അവൾക്ക് അയച്ചു കൊടുക്കേണ്ടി വരും.
ഇവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ ആൻസർ ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയിരുന്നു. എങ്ങനെയുണ്ട് നമ്മുടെ ചലഞ്ച് ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യട്ടെ ഗൈസ്. ഓക്കെ ബൈ.